ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വെള്ളക്കടല കൊണ്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കണം. വൈകുന്നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലയിലുള്ള വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കാം. കടല മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് 3-4 വിസിൽ കൊണ്ട് തന്നെ കടല വെന്ത് കിട്ടും. ഈ സമയം നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. ഒരു മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെക്കാം. പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് 2 ഗ്രാമ്പു, ചെറിയ കഷ്ണം പട്ട, 2 വറ്റൽമുളക്, ഒരു കറുവപ്പട്ടയുടെ ഇല നമുക്ക് 1 മിനിറ്റ് സമയം ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് 2 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാടിക്കിട്ടാൻ വേണ്ടി നമുക്കിതൊരു 1/2 മിനിറ്റ് സമയം അടച്ചു വെക്കാം. അതിനുശേഷം വീണ്ടും തുറന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്തു. ഇനി 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തു. 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു. മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്തത്. 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തു. നമ്മളിതിൽ ചേർത്തിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. അതിനു വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് കൊടുക്കണം. ഒരു പിടി ചീര ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചീര നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് വെള്ളക്കടല വേവിച്ച് വെച്ചിരുന്നു. അതിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചേർത്തിട്ടുള്ള മസാലകളെല്ലാം കടലയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വന്നു. അധികം വെള്ളം വറ്റിപ്പോകാത്ത രീതിയിൽ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവിയുടെ മുകളിലായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് മാത്രം അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചീര ചേർത്ത് കൊണ്ടുള്ള വെള്ളക്കടല കറി തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഈ കറി ചപ്പാത്തിക്കൊപ്പമോ അല്ലെങ്കിൽ പൂരിക്കൊപ്പമോ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.